ആദ്യം ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാന്ന് പറഞ്ഞ് പഠിപ്പിക്കണവനെ വേണം മട്ടൽ വെട്ടി അടിക്കാൻ. ചില ആളുകൾ ഡിവോഴ്സ് ചെയ്യണം. അപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ചിലപ്പം ആ ആണിനെയും പെണ്ണിനെയും നമുക്ക് പരിചയം ഉണ്ടാവും. രണ്ടാളും നല്ല ആൾക്കാരായിരിക്കും. ആണും നല്ല പ്രകൃതക്കാരനായിരിക്കും, പെണ്ണും നല്ല പ്രകൃതക്കാരനായിരിക്കും. പിന്നെ ഇവരെന്താ ഡിവോഴ്സ് ആവുന്നത്? രണ്ടും നന്മയാണെന്ന് വിചാരിച്ചും കൂടെ ഒത്തുപോകണമെന്നൊന്നുമില്ല. ഡിവോഴ്സിൻ്റെ വിഷയത്തിൽ ആ ഒരു ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സിയാണ്, അല്ലെങ്കിൽ ഒരിക്കൽ കല്യാണം കഴിഞ്ഞാൽ ആരെ ഭാഗത്താ പ്രശ്നം. അപ്പോൾ ഒരു ഭാഗത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഇത് എന്താവുള്ളൂ, തെറ്റുള്ളൂ. ഇതിനങ്ങനെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ രണ്ട് ഭാഗത്തും പ്രശ്നം ഉണ്ടെങ്കിലോ, അതും അല്ലെങ്കിൽ രണ്ടു ഭാഗത്തും പ്രശ്നം ഇല്ലെങ്കിലോ, രണ്ടാൾക്കാരും നല്ല രൂപത്തിലായിരിക്കും, പക്ഷേ ഇവർ തമ്മിൽ ഒത്തുപോകണില്ല എന്നുണ്ടെങ്കിലോ, രണ്ടാളുകളുടെയും ശരികൾ വ്യത്യാസം ഉണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ സാധ്യതയല്ലേ? ആരെ ഭാഗത്താ പ്രശ്നം, ഇത് തേടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് എനിക്കൊരു ശരി ഉണ്ടാവും, അവൾക്കൊരു ശരി ഉണ്ടാവും. ആ രണ്ട് ശരികളും ചിലപ്പോൾ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ആയിക്കൂടെ? അതൊക്കെ പറയാൻ നമ്മൾ മടിക്കണതിനാ? ഇപ്പോഴും ഒരു ഭാഗം ശരി, ഒരു ഭാഗം തെറ്റ് ശരി, രണ്ട് ശരികൾ ഉണ്ടാവാം. ഇതിലും ഒത്തുപോകാൻ പറ്റാതെ നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ടാവാം. അതൊക്കെ ഒന്ന് കുറച്ചും കൂടി ആളുകളെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ രണ്ടാമത് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരില്ലേ? അപ്പോൾ എന്താ പ്രശ്നം അവരെയൊന്നും ഇല്ലാതായതാണ്? പ്രശ്നം ഇല്ലാതായതൊന്നല്ല, ഓരോ പ്രകൃതി അതാണ്. അപ്പം അതിന് പറ്റിയ ആള് പിന്നെ വന്നപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. അതിന് ആദ്യം ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാന്ന് പറഞ്ഞ് പഠിപ്പിക്കണവനെ വേണം മട്ടൽ വെട്ടി അടിക്കാൻ. ഇത് ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ്, ഇതാകെ പ്രശ്നമാണ്, ഇതിൽ പാളിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അല്ലേ? കല്യാണം കഴിച്ചു, എനിക്ക് ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റണില്ല. ആ സമയത്താണല്ലോ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത്, ഇതൊന്ന് മാറാം. എപ്പോഴും മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അടിച്ച് പിരിയണം, എന്നാലേ നമുക്ക് മാറലാവുള്ളൂ. കണ്ടാൽ പോലും പിന്നെ മൈൻഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള തെറികളൊക്കെ വിളിച്ച് കച്ചറുണ്ടാക്കിയിട്ട് വേണം മഹലിൽ നിന്ന് പിരിഞ്ഞു പോകാൻ. ആ രൂപത്തിൽ നമുക്കിത് സങ്കല്പിക്കാൻ പറ്റണുള്ളൂ. അതല്ലാതെ നമ്മൾ റിലേഷൻ വർക്കാകുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരു തരത്തിലും വർക്കാവണില്ല. അപ്പം നമ്മളൊരു കൗൺസിലിങ്ങിന് പോയി, അവിടുത്തെ കൗൺസിലറും പറയുകയാണ് നിങ്ങൾ തമ്മിൽ വർക്കാവാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതിയില്ല. അപ്പം നമ്മൾ വർക്കാവണില്ല, അങ്ങനെയും മാറാം, അടുത്തയിലേക്ക് നീങ്ങി പോവാം. കുറേ ടേണിംഗ് പോയിന്റ് കൊണ്ടേ മൊത്തത്തിൽ ലൈഫ് കൊളായി നിൽക്കുകയാണ്.